കൂട്ടുകാരെ, നമ്മുടെ ഭാവനാശേഷിയും പ്രോഗ്രാമിംഗ് കഴിവുമെല്ലാം വളർത്തിയെടുത്താൽ നമുക്കും ഇതുപോലത്തെ ആപ്പുകൾ നിർമ്മിക്കാം. അതോ, ഞങ്ങൾക്ക് സ്കൂളിലത്തെ പഠിക്കാനുള്ള ഒരു ആപ്പ് ഉണ്ടായിരുന്നു ഇതിനകത്ത്, അത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓ, അതാണോ? ഇപ്പൊ എന്തിനു വേണ്ടി നമുക്ക് ഫോണിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാക്കിയാലോ? ഞാൻ തെറ്റു. കൊച്ചു കൊച്ചു അറിവും കൊച്ചു കൊച്ചു തമാശകളും കുറച്ച് എന്റർടൈൻമെന്റും കുക്കിങ്ങും എല്ലാം കൂടി ചേർത്ത് വെക്കിയ ഒരു ചാനലാണ് ഞങ്ങളുടെ ഈ സ്മാർട്ട് ആപ്പുകൾ എന്ന ചെല്ലപ്പേര് വിളിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റ്സിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധം രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് മൊബൈൽ ആപ്ലിക്കേഷൻസ് അഥവാ ആപ്പുകൾ. ആപ്പിൾ കമ്പനിയുടെ ഐഫോൺ, ഐപാഡ് മുതലായവയിലാണ് ആപ്പുകൾ ആദ്യമായി പ്രവർത്തിച്ചു തുടങ്ങിയതും പ്രചാരം നേടിയതും. ഐഫോണും മറ്റും സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന കാലത്താണ് സ്വതന്ത്ര പ്രോഗ്രാമിംഗും ആൻഡ്രോയിഡ് ഫോണും വിലക്കുറവിൽ ലഭിച്ചു തുടങ്ങിയത്. ഈ കുഞ്ഞൻ ആപ്പുകൾ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ലാതെ എല്ലാവരിലേക്കും എത്തിത്തുടങ്ങി. ഇന്ന് ആപ്പുകൾ നമുക്ക് സ്വന്തമായി നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ ഇന്റർനെറ്റിൽ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ നിർമ്മിക്കുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്ലേ സ്റ്റോർ എന്താണെന്ന് അറിയാമല്ലോ? ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്പുകളെ അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുമുള്ള പ്രോഗ്രാമാണ് പ്ലേ സ്റ്റോർ. ഇത് ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോർ എന്നാണ് അറിയപ്പെടുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ബാങ്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്നുവേണ്ട ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിലും മൊബൈൽ ആപ്പുകളുടെ സ്വാധീനം വളരെ വലുതാണ്. കൂട്ടുകാരെ, നമ്മുടെ ഭാവനാശേഷിയും പ്രോഗ്രാമിംഗ് കഴിവുമെല്ലാം വളർത്തിയെടുത്താൽ നമുക്കും ഇതുപോലത്തെ ആപ്പുകൾ നിർമ്മിക്കാം. ആപ്പുകൾ കേവലം ഗെയിം ആപ്പുകളാണ്. അതുപോലെ GPS ആൻഡ് ലൊക്കേഷൻ സർവീസ്, ഫുഡ് ഓർഡറിംഗ്, പിന്നെ ഊബർ, സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലത്തെ ലക്ഷക്കണക്കിന് ആപ്പുകൾ ഇന്നുണ്ട്. ഫോണുകളിൽ എന്ന പോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകളും ഇന്ന് ധാരാളമുണ്ട്. ആഗോളതലത്തിൽ ഈ കുഞ്ഞൻ ആപ്പുകളുടെ ഉപയോഗം എത്ര വലുതാണെന്ന് മനസ്സിലായില്ലേ? നമുക്കും ഇതുപോലെ നല്ല നല്ല ആപ്പുകൾ മാത്രം ഉപയോഗിക്കാം, നല്ല ആപ്പുകൾ ഉണ്ടാക്കാം. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വ്യത്യസ്തമായ വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി നല്ല വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. എന്ന പോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകളും ഇന്ന് ധാരാളമുണ്ട്. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. നിങ്ങൾ എന്താ പറ്റിയേ?